എടി നീ പറഞ്ഞ അങ്ങോട്ട്. എന്റെ പൊന്നളിയാ, ഞാൻ ഒരു കാര്യത്തിനും നിന്റെ കൂടെ ഇനി വരില്ല. എന്ത് കുഴപ്പം? നിന്നെ ഞാൻ കൊണ്ട് ഇത് ഇവിടെ കൊണ്ട് പറ്റിച്ചാൽ പറ്റിക്കുന്ന കാര്യമില്ല. നീ ദൈവത്തിന് നടക്കുന്ന കാര്യമാണോ ചെയ്യണം? അടേ ആ പൊലിഞ്ഞ വർത്താനം പറയാം. ദൈവം എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഉണ്ടാക്കി വിട്ടത് ദൈവം വിചാരിക്കുമല്ലോ നടത്താൻ. എടാ അതല്ല ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞ കാര്യം മനസ്സിലാകാതെ ഞാൻ പറയണം. നീ ചെയ്യണം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യം നോക്കി ആട്ടെ അല്ലേ അങ്ങ് താഴെയിടാം. നിനക്കെന്തൊരു പ്രാന്താ? അത് എവിടെയെങ്കിലും തരിക്കണ ചുമ്മാ ആട്ടെ അങ്ങോട്ട് തള്ളിയിടാ വല്ലതും. പിന്നെ അല്ലാതെ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കടാ. നിനക്കും കൂടെ ഉപകാരമുള്ള കാര്യത്തിൽ വിളിക്കുന്നത്. ഇവിടെ പൈസ കിട്ടി നീ പറഞ്ഞെങ്കിൽ വാ. പൈസ കിട്ടുമോ? ഓ പൈസ കിട്ടും ഞാൻ വരാളിയാ. പക്ഷെ ഇന്നാളത്തെ പോലെ എൻ്റെ അടുത്ത് തെങ്ങിൽ കയറണം, അത് അവിടെ ചെയ്യണം, അതൊന്നും എൻ്റെ അടുത്ത് പറയാം. എനിക്ക് വയ്യടേ. ഇവിടെ ജോലി ചെയ്താലും നഖം തന്നെ അത് നത്ത എടുക്കാൻ പറ്റില്ല. മനസ്സിലായേ? ഇവിടെ നിന്നെ അയാൾ അടവച്ച് വിരിച്ചാണ് എന്ത് പറയാ. പിന്നെ വാ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. നീ വാ, എന്റെ കൂടെ നീ നിന്നാ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വരാടെ. ഇതും പണ്ടത്തെ പോലെ ഉടായിപ്പന്നെ. പോണ കാര്യമല്ല നടക്കൂ. ഇവിടെ നടക്കാതിരിക്കാനേ പഴയ കാലത്ത് ഉടായിപ്പല്ലേ ഇപ്പം. കണ്ടാ ഞാൻ ഇന്നലെ വരുത്തിയുള്ളൂ സാധനം. തോക്കാ? ഓ ഇതെവിടെ നിനക്ക്? ഇവിടെ ഞാൻ ഒരുത്തരം തോറ്റിട്ടില്ല. മനസ്സിലായി? ഇന്ന് തോക്കയില്ല. രണ്ടും കൽപ്പിച്ചു. നീ കൂടെ നിന്നായി. നിനക്ക് ഉണ്ടതിനാ നീ ഈ പടക്ക് കേൾക്കണം. നീ ഓടിക്കോണം. അല്ലെങ്കിൽ അങ്ങനെയല്ല. കൂടെ നിൽക്കുമ്പോൾ നിനക്ക് ഓടിച്ചോട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നീ രക്ഷപ്പെടാതെ. ഞാൻ ഹലോ, നമ്മുടെ പരസ്യം ഇറങ്ങി തുടങ്ങണതേ ഉള്ളൂ. 1-2 രൂപയുടെ ഏർപ്പാടൊന്നും അല്ല. നീ മറ്റന്നാ വാ, ഓഫീസിൽ വാ, നോക്കാം നമുക്ക്. ഇത്രയും കോപ്പി എടുക്കണമെങ്കിൽ എത്ര അറിയാവും? ഞാൻ ഈ പേന കൊണ്ട് അത് സാധിച്ചെടുത്തു. ഇത് തകർക്കും. സാറേ എന്തുവാടേ ഇത്? ഈ പോസ്റ്റിനെടുത്ത് കഥയും പറഞ്ഞോണ്ട് എന്നാ മതിയോ? എന്നൊട്ടിച്ച് തീർക്കും ഇത്? ഒട്ടിക്കണ പിന്നെ നോക്കാം. ആദ്യം ഇത് നോക്കണം. എന്താ നോക്കാൻ? കാരണം ഇത് മനസ്സിലായോ? ഇത് വി. അത് വി എന്നല്ല. അപ്പൊ ഇതാ വിഭാഗം. ഇത് തന്നെയാണ് സംഭവം. ഇത്രയല്ലേ ഉള്ളൂ? ബാക്കി എവിടെ? സാറേ ഇത് തന്നെയാണ് അത്. നിങ്ങളൊന്ന് കണ്ണൂർ നോക്കി, അല്ലെ കണ്ണാടി എടുത്തിട്ട് നോക്കി എന്റെ കഴിവിനെ സാറ് പരിഹസിക്കരുത്. നിന്റെ പ്രിന്റ് എടുക്കാനല്ലേ പറഞ്ഞത്? നിന്നോട് എഴുതാൻ പറഞ്ഞ? പൊന്നു സാറേ, ഞാൻ പ്രിന്റ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോഴാ ഭയങ്കര പൈസ പോട്ടെന്ന് വെച്ചാ ഭയങ്കര തിരക്ക്. നിനക്കെന്താടാ? അയ്യോ, തിരക്കിനടി പൈസ ചത്തുപോകില്ല. ഞാൻ എന്തിന്റെ സ്ഥലം എവിടെയാടാ? എന്റെ സ്ഥലം തിരുത്തി പോല. സാറിന് ഇല്ലാത്ത പൈസ മുടക്കിയാണ് ഞാൻ ഈ പരസ്യം ചെയ്യുന്നത്. അതെനിക്കറിയാം സാറേ. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ കൈപ്പട കൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ടാണ് എഴുതിയത്. ഞാൻ മാരേജ് ബ്യൂറോയുടെ പോസ്റ്റ് ഒട്ടിക്കാനാണ് നിന്റെ അടുത്ത് പറഞ്ഞത്. അല്ല മൂലക്കുരുവിന്റെ പോസ്റ്റ് ഒട്ടിക്കാനല്ലേ കൈ കൊണ്ട് ഉണ്ടാക്കാനാണ്. നീ എന്ത് ചെയ്യും സാറേ? ഇപ്പൊ വന്നു പോയില്ലേ, ആ എഴുതിരാ ഒട്ടിച്ച് പെട്ടെന്ന് തീർക്കാനാണ്. അതല്ലേ ഞാനും ഇതുവരെ പറഞ്ഞത്. ഇതാ കണ്ടുപടി. നീ വിവാഹം കഴിയാത്ത ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. സാറേ ഇപ്പോൾ വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് ഇങ്ങനെയൊന്നുമില്ല സാർ. പോടാ പൊട്ടാ. സാറേ നമ്പർ കൊടുക്കാതെ അവർ എവിടെ വെച്ച് ബന്ധപ്പെടും? നീ എന്തായാലും ഓർമ്മപ്പെടുത്തിയത് നന്നായി. എന്നാ ഒട്ടിരുന്നു. പശ എടുത്തില്ല മുതലാളി. ഇവിടെ എന്തോന്ന് പരിപാടി? പരസ്യം ഒട്ടിക്കണത്. എന്തിന്റെ പരസ്യം? വിവാഹോ? നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ ഇതുവരെ? എടാ അയാളെ കല്യാണം കഴിഞ്ഞ ചോദിക്കാല്ലേ നമ്മൾ വന്ന്. ചേട്ടാ കാര്യത്തിലോട്ട് ഞാൻ കിടക്കാം. നമ്മൾ സർക്കാർ ജീവനക്കാരാണ്. ഈ പോസ്റ്റുകളിലൊക്കെ ആൾക്കാർ പരസ്യം മരണം, അതുപോലെ മൂലക്കുരു, അതുപോലെ ഇതുപോലെ പല സ്കൂളിലെ ട്യൂഷൻ സെൻ്ററിലേക്ക് ഒട്ടിപ്പാണ്. ഈ പോസ്റ്റിൽ ഒരു പരസ്യം ഒട്ടിക്കാൻ പാടില്ല. ഈ പോസ്റ്റ് പാടില്ല. കാരണം ഈ പോസ്റ്റ് നാട്ടുകാരെയും ജനങ്ങളെ നിന്ന് പിരിച്ചു വെച്ചിരിക്കുന്ന പൈസ അവരെയൊക്കെ നമ്മൾ ചോദ്യം ചോദിച്ചാൽ നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് ഇതിന് നിങ്ങളെ ഈ പരസ്യം ഇപ്പോൾ ഒട്ടിച്ചതിന് ഒരു 30,000 രൂപ ഫൈൻ അടയ്ക്കും. അതെങ്ങനെ ശരിയാവും? ശരിയാണല്ല. കൈലി കൊടുത്തോണ്ട് നീയൊക്കെ വന്ന സർക്കാർ ഉദ്യോഗസ്ഥനായ എന്റെ സാറിനെ പോലെ അടയ്ക്കണം. എന്നാലേ നന്നായിരിക്കുള്ളൂ. എടേ, നീ മഫ്തിയിൽ നടക്കുന്ന പോലീസ് സാറന്മാരെ കണ്ടിട്ടുണ്ടാ? നമ്മളും അങ്ങനെയുള്ള ആൾക്കാരാണ്. ഈ പോസ്റ്റിൽ പരസ്യം ഒട്ടിക്കണമാരെ പിടിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നിയമിച്ചിട്ടുള്ളതുണ്ടോ നമ്മളെ? ഈ സാറ് പറഞ്ഞ പൈസ 30,000 രൂപ നിങ്ങൾ രണ്ടും കൂടെ. എന്റെ പൊന്നു സാറേ, ഇങ്ങനത്തെ പോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നാട്ടിൽ നടക്കണ മരണമൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു പോകണം. എടാ, ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്ടാ ഞാൻ ഈ സ്പെഷ്യൽ ഡ്യൂട്ടി അവരുടെ അടുത്ത് ചോദിച്ചു വാങ്ങിയത്. ഇതിൽ പൈസ തരണം 30,000 രൂപ, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പം വിളിച്ചോണ്ടോ സ്റ്റേഷനിൽ കൊണ്ടുപോകും. സാറ് ഇവിടെ കാര്യം പറയാം. സാറിന് ഓടാ അറിയാം. അതെന്താ അങ്ങനെ ചോദിക്കണേ? നിങ്ങളതിൽ 30,000 രൂപ കൊടുക്കാറുണ്ടോ? എന്റെ എവിടെ എന്ത് പൈസ? പിന്നെ അമ്മൂന്ന് വിളിച്ചോണ്ട് ഒരു ഓടി കളി. അവർക്ക് നിന്നെക്കാളും ഭയങ്കര ബുദ്ധി എന്തോന്നു. അതെങ്ങനെ ശരിയാവട്ടെ? എന്നെക്കാലം ബുദ്ധി എനിക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ നീ എന്തോന്ന് വർത്താനല്ലേ പറഞ്ഞത്? നോക്കെടുത്ത് വെടിവേടാവുമാരെ. ഇതങ്ങനെ വെടിവെക്കാൻ പറ്റില്ല. ഇതേ എന്റെ സഹോദരി അവരെ പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഇതെടുക്കുന്നത് കണ്ടപ്പോ ഒറിജിനൽ തോറ്റോടാ. മര്യാദയ്ക്ക് അവന്മാരെ 10-300 രൂപ ചോദിച്ചിരുന്ന അവന്മാർ തരുമായിരുന്നു. അവൻ പിള്ളേരെ തോക്കം കൊണ്ട് വന്നിരിക്കുന്നു. ഇനി മേലാല് ഇമാതിരി പരിപാടിക്ക് എന്നെ വിളിക്കല് കേട്ടോ. നീ ഞാൻ മര്യാദയ്ക്ക് അവിടെ ഓട്ടോയുടെ അടുത്ത് തള്ള തിന്നയാണ്. അവൻ മറ്റേ ഉണ്ടാക്കാൻ വിളിക്കുന്നു. വലിയ കാര്യമായി തോക്ക് ഉണ്ട. നീ നിന്റെ പെണ്ണും പിള്ളേം കൂടി പൊട്ടാസോ ചടിക്കടാ. ഇവനെ ഞാൻ എന്തിനായോ ഇങ്ങനെ ആയിപ്പോയല്ലോ.
യവനിപ്പരാ